എൻ്റെ ദുഃഖങ്ങളിൽ സാത്താന്യമാകും തന്ത്രങ്ങളിൽ, കഷ്ടങ്ങളിൽ എൻ്റെ ദുഃഖങ്ങളിൽ സാത്താന്യമാകും തന്ത്രങ്ങളിൽ, വീഴാതെ താഴാതെ സൂക്ഷിച്ചല്ലോ വിശ്വാസം തന്നു നടത്തിയല്ലോ. വീഴാതെ താഴാതെ സൂക്ഷിച്ചല്ലോ വിശ്വാസം തന്നു നടത്തിയല്ലോ. വാഴ്ത്തി പാടി പുകഴ്ത്തിടും ഞാൻ എൻ്റെ രക്ഷിതാവാം യഹോവയെ. വാഴ്ത്തി പാടി പുകഴ്ത്തിടും ഞാൻ എൻ്റെ രക്ഷിതാവാം യഹോവയെ. നാളും സ്തുതി പാടിടുവാൻ എന്നാവിൽ സ്തുതി തന്നതിനാൽ, വാഴ്ത്തി പാടി പുകഴ്ത്തിടും ഞാൻ എൻ്റെ രക്ഷിതാവാം യഹോവയെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതുമില്ലാത്ത എനിക്കും ഒന്നിനും യോഗ്യതയില്ലാത്ത എനിക്കും ദൈവജനത്തിൻ്റെയും വിശുദ്ധന്മാരുടെയും മുമ്പാകെ ഈ പ്രദേശത്തിലും വന്നൊരു സാക്ഷിയായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എൻ്റെയും ജീവിതത്തിൽ നൽകി തന്നതായ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവനായിരിക്കുന്നു, സ്തുതിക്കുന്നു. യേശു എന്തെന്നോ യേശു ആരെന്നോ അറിയാത്തതായ കാലഘട്ടം അടിയൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എൻ്റെ ചുരുക്കം ഭവനത്തിൽ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, എൻ്റെ പിതാവിൻ്റെ ചെറുപ്രായത്തിൽ പിതാവായിരുന്നു ആദ്യമായി ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ പിതാവ് ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നത് നിമിത്തം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ആഞ്ഞടിക്കുവാനിടയായി. കുടുംബക്കാരാൽ തള്ളപ്പെട്ടു ഏകനായി പലവിധമായ പ്രതികൂലങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും നിന്ദകളിലും അപമാനങ്ങളിലൂടെയും എൻ്റെ പിതാവ് കടന്നു പോകുവാനിടയായി. അങ്ങനെ പോകവേ കുടുംബക്കാരെല്ലാവരും ചേർന്നിട്ട് എൻ്റെ പിതാവിനെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്ന ചിന്തയോടെ എൻ്റെ മാതാവിനെ കൊണ്ട് ആലോചിച്ചു അവർ തമ്മിലുള്ള വിവാഹമെല്ലാം കഴിക്കുവാനിടയായി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുണ്ടായി. എൻ്റെ മാതാവിന് അറിയുകയില്ലായിരുന്നു എൻ്റെ പിതാവ് ഈ രക്ഷയുടെ മാർഗത്തിൽ പോകുന്നതെന്നും പെന്തക്കോസ്ത് മാർഗത്തിൽ പോകുന്നതെന്നും. എന്നാൽ ഒരു ഞായറാഴ്ചയും എൻ്റെ പിതാവിനെ കാണുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സംശയം ഉളവായിട്ട് എൻ്റെ മാതാവ് പിതാവിനോട് ചോദിച്ചു, ഈ ഞായറാഴ്ച എവിടെ പോകുന്നതാണ്, ഇവിടെ കാണുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞപ്പോൾ അന്നാണ് വാസ്തവത്തിൽ എൻ്റെ പിതാവ് പറയുവാനിടയായത്, ഞാൻ യേശുവിനെ അറിഞ്ഞവനാണ്, പെന്തക്കോസ്ത് മാർഗത്തിൽ പോകുന്നവനാണ്, അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയിൽ ആരാധനയ്ക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ അന്നു മുതൽ ഭവനത്തിൽ വലിയ കലഹമുണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി, പ്രതികൂലങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. മാതാവും പിതാവും തമ്മിലുള്ള സമാധാനം ഐക്യതയും എല്ലാം നഷ്ടപ്പെടുവാൻ തുടങ്ങി. എൻ്റെ കുടുംബത്തിലെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ, ആ നാളുകളിൽ എൻ്റെ പിതാവ് മുഴങ്കാലിൽ നിന്നും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാവ് പോയി തള്ളിയിടുക പതിവായിരുന്നു. വെള്ളവസ്ത്രം നല്ലതുപോലെ തേച്ച് മടക്കി വെക്കും ആരാധനയ്ക്ക് കടന്നു പോകുവാൻ വേണ്ടി. എന്നാൽ എൻ്റെ മാതാവ് അതെടുത്തിട്ട് അതിലെല്ലാം ചെളി പുരട്ടി പിന്നെയും തിരികെ അതേപോലെ തേച്ച് വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ഒന്നും പറയുകയില്ല, വഴക്ക് പറയുകയോ ഒന്നും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ആ അതേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് ആരാധനയ്ക്ക് പോകും. എത്രയൊക്കെ പ്രതികൂലം കാണിച്ചിട്ടും എൻ്റെ പിതാവിനെ തിരികെ കൊണ്ടുവരാൻ എൻ്റെ മാതാവിനോ കുടുംബക്കാർക്കോ കഴിഞ്ഞില്ല. അങ്ങനെയെല്ലാം കടന്നു പോകുവേ പലവിധമായ കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയെല്ലാം ഭവനത്തിൽ വിളിച്ചു വരുത്തുകയും നിങ്ങൾ വേറെ ഏതെങ്കിലും മാർഗം നോക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാം കൈയൊഴിയുവാനിടയായി. അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ എൻ്റെ മാതാവും എൻ്റെ പിതാവിൻ്റെ മാതാവും കൂടെ ചേർന്നിട്ട് എൻ്റെ പിതാവിന് ഒരു കൂടോത്രം ചെയ്തു താൻ സഞ്ചരിക്കുന്നതായ ഒരു വാഹനത്തിൽ ഇടുവാനിടയായി. മറ്റൊന്നിനുമല്ല, വാഹനം സഞ്ചരിച്ചു പോകുമ്പോൾ എങ്ങനെയെങ്കിലും അപകടമുണ്ടാകണം, കൈകാലുകൾ ചലനമറ്റവനായി തളർന്നവനായി ഭവനത്തിൽ കിടന്നാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാധനയ്ക്കൊന്നും പോകത്തില്ലല്ലോ, ഉപജീവനമൊന്നും തന്നില്ലെങ്കിലും വേണ്ടിയില്ല, ഭവനത്തിൽ ഇരുന്നാൽ മതി എന്ന ചിന്തയോടെ ഇപ്രകാരമെല്ലാം ചെയ്യുവാനിടയായി. എന്നാൽ എൻ്റെ പിതാവ് രാവിലെ ജോലിക്കായി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. താൻ പതിവ് പോലെ പ്രാർത്ഥിച്ച് കടന്നുപോയി. എന്നാൽ പതിവ് പോലെ രാത്രിയിൽ തിരികെ വരുവാനുമിടയായി. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എൻ്റെ മാതാവിന് വളരെയധികം ആശ്ചര്യമായി. ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ പിതാവിനെ തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് ഏകദേശം 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എൻ്റെ മാതാവ് എന്നെയും എടുത്തുകൊണ്ട് ഒരു ഞായറാഴ്ച പകൽ
എൻ്റെ പിതാവ് ആരാധനയ്ക്ക് കടന്നുപോയി. അതിദുഃഖിതയായ മാതാവ് എന്നെയും എടുത്തുകൊണ്ട് ഇനിയൊരു ജീവിതം വേണ്ട, മരിക്കുവാൻ തന്നെ നിശ്ചയിച്ച് റെയിൽവേ ട്രാക്കിൽ കടന്നു പോകുവാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ ദൈവമക്കളെ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ കണ്ടവനായ ദൈവം, അറിഞ്ഞവനായ ദൈവം, അതേ ഈ ചിന്തയോടെ നിൽക്കുന്നതായ എൻ്റെ മാതാവിൻ്റെ അരികിലേക്ക് ഒരു ഓട്ടോ ഡ്രൈവർ അന്ന് അതിന് മുൻപോ പിൻപോ കണ്ടിട്ടില്ലാത്ത ഒരു ഓട്ടോ ഡ്രൈവർ കടന്നു വരുവാനിടയായി. എൻ്റെ മാതാവിനോട് ചോദിച്ചു, എന്തിനാണ് പെങ്ങൾ ഇവിടെ നിൽക്കുന്നത്, എവിടെയാണ് പോകേണ്ടത്? പെട്ടെന്നൊരു ചോദ്യം ഉരുവായപ്പോൾ എൻ്റെ മാതാവിന് എന്തുത്തരം പറയണമെന്ന് അറിയുകയില്ല. അങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നതായ സന്ദർഭത്തിൽ ആ ഓട്ടോ ഡ്രൈവർ പറയുകയുണ്ടായി, സഹോദരി ഒരു കാര്യം ചെയ്യ്, ഈ വാഹനത്തിൽ കയറ്, ഞാനൊരു സ്ഥലത്ത് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് എൻ്റെ മാതാവിനെയും എന്നെയും ആ ഞായറാഴ്ച പ്രഭാതത്തിൽ ആ ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിച്ച് നിൽക്കുന്നതായ സാഹചര്യത്തിൽ വാഹനത്തിൽ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവരുവാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഓട്ടോ ഡ്രൈവർ കൊണ്ടുവിട്ട സ്ഥലമെന്ന് പറയുന്നത് കായംകുളം ദി ബെന്തക്കോസ്ത് മിഷന്റെ മുൻഭാഗത്തുള്ള റോഡരികിലാണ് കൊണ്ടുവിട്ടത്. അവിടെയായിരുന്നു എൻ്റെ പിതാവ് എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. അങ്ങനെ എൻ്റെ മാതാവിനെ അറിയുന്ന, എൻ്റെ പിതാവിനോടുകൂടെ ആരാധിക്കുന്ന ഒരു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ്റെ മാതാവിനെ കണ്ടപ്പോൾ മനസ്സിലായി, തിരിച്ചറിഞ്ഞു, എന്താണ് സഹോദരി ഇവിടെ നിൽക്കുന്നത്, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, വാ ആരാധന പങ്കെടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ ആരാധനാലയത്തിനകത്തേക്ക് കൊണ്ടുപോകുവാനിടയായി. അങ്ങനെ ആ ആരാധനയിൽ എൻ്റെ മാതാവ് പങ്കെടുത്തപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, പ്രവചനത്തിലൂടെയും ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെയും ദൈവവചനത്തിലൂടെയും എല്ലാം എൻ്റെ മാതാവിനോട് ഇടപെടുവാനിടയായി. നിന്നെ മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ ദൈവമക്കളെ, അന്നു മുതൽ ഇന്നയോളം എൻ്റെ പിതാവിനോടുകൂടെ ചേർന്ന് എൻ്റെ മാതാവും കുടുംബവുമായി ഞങ്ങൾ ആരാധിക്കുവാൻ, ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം കരുണ കാണിച്ചു. ഇങ്ങനെ കുടുംബമായി രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നത് നിമിത്തം കുടുംബക്കാരെല്ലാം ഞങ്ങളെ ഒറ്റയ്ക്ക് തള്ളപ്പെടുവാനിടയായി. ലോകത്തിൽ പലവിധമായ നിന്ദകൾ, അപമാനങ്ങളെല്ലാം കേൾക്കുവാനിടയായി. എന്നിരുന്നാലും ഇന്നയോളം ദൈവം നിലനിർത്തി. ആ പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും എല്ലാം സർവശക്തനായ ദൈവം കരുണ കാണിച്ചു, കൃപ നൽകി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് ദൈവമാർഗത്തിലേക്ക് വന്നതിനാൽ മാതാപിതാക്കൾ വളരെ ഭക്തിയോടും വളരെ ഉത്തരവാദിത്വത്തോടും ഞങ്ങളെ വളർത്തുവാനിടയായി. സൺഡേ സ്കൂളുകൾ മുടക്കത്തില്ല, ആരാധന ഇടക്കൂട്ടങ്ങളൊന്നും മുടക്കത്തില്ല, എല്ലാത്തിനും പോയി പങ്കെടുക്കും. ചെറുപ്രായത്തിൽ തന്നെ ഭക്തിയോടും വേദപുസ്തക വായനയിലും നല്ലതുപോലെ പ്രാർത്ഥനയിലും എല്ലാം ഞങ്ങൾ വളർന്നു വരുവാനിടയായി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഈ രക്ഷകനെ അറിഞ്ഞതുകൊണ്ട്, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലും സുവിശേഷ വേല ചെയ്യണമെന്നെല്ലാം ആഗ്രഹം ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വളർന്നു വരവേ അത് എന്നെക്കൊണ്ട് കഴിവില്ല, അത് എന്നെക്കൊണ്ട് പറ്റിയ കാര്യമല്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ ആ ചിന്താഗതി മാറ്റിവെക്കുവാനിടയായി. അങ്ങനെ ചെറുപ്രായം മുതൽ ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്ന നിമിത്തം വളരെ ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പാകെയും ദൈവമക്കളുടെ മുമ്പാകെയും നടക്കുവാനിടയായി. എനിക്ക് ഏകദേശം 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഞങ്ങൾ ഒരു കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയൊന്നും അറിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെല്ലാം ശബ്ദമുയർത്തി എന്തൊക്കെയോ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് ഉളവാകുന്നത്. അത് നിമിത്തം ഞാൻ ചെറുപ്രായത്തിൽ ചിരിക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. കാരണം അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് 8 വയസ്സ് മാത്രം പ്രായമേ അന്നുള്ളൂ. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എന്നെയും ഒന്ന് അറിയിക്കണമേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനൊരു ദർശനം കാണുവാനിടയായി. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂരയുടെ മുകളിൽ അങ്ങ് ആകാശഗോളത്തിൽ 2 ദൂതന്മാർ ഒരു തീഗോളവും പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കാണുവാനിടയായി. ഞാനിങ്ങനെ നോക്കിയിരുന്നു. ആ തീഗോളവും പിടിച്ചുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മുറിയുടെ കൂരയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുവാനിടയായി. ഞാൻ അന്നേരം എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താണ് ഞാൻ ഈ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഈ തീഗോളം എൻ്റെ തലമേൽ എറിയുവാനും പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടി പ്രാപിക്കുവാനും ഇടയായി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചും ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാനും ജീവിപ്പാനും എല്ലാം ദൈവം സഹായിച്ചു. രോഗം വന്നാലും കഷ്ടം വന്നാലും അല്ലെങ്കിൽ ഏത് രോഗം വന്നാലും മരുന്നിനെയോ വൈദ്യന്മാരെയോ ആശ്രയിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിയത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും, നടത്തിപ്പാരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കും, ദൈവം സൗഖ്യമാക്കും. അങ്ങനെ നാളുകൾ കടന്നുപോയി. പഠിക്കുവാൻ വേണ്ട ബുദ്ധിയും ജ്ഞാനവും എല്ലാം സർവശക്തനായ ദൈവം നൽകി തന്നു. കുടുംബത്തിൽ പലവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം ഞങ്ങളെ താങ്ങി നടത്തി. പലവിധമായ നിന്ദകൾ, അപമാനങ്ങളെല്ലാം കേട്ടെങ്കിലും അതിലൊന്നും താന്നുപോകാതെ വീണുപോകാതെ ദൈവം നിലനിർത്തി. അങ്ങനെ വളർന്നു വരവേ കോളേജ് വിദ്യാഭ്യാസമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുൻപേ തന്നെ ദൈവം വളരെ വ്യക്തമായി എന്നോട് ഇടപെടും, സംസാരിക്കും, ദർശനത്തിലൂടെ എല്ലാം ഇടപെടും. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയെല്ലാം പല സന്ദർഭത്തിലും കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ
എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറയാം, അതിനൊന്നിനും ഞാൻ യോഗ്യനല്ല കർത്താവേ, ഞാൻ അതിനുള്ളവനല്ല, മറ്റാരെങ്കിലും വിളിക്കണമേ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം തിരസ്കരിച്ച് എൻ്റെ നാളുകൾ കടന്നു പോകുവാനിടയായി. എന്തെന്നറിയത്തില്ല, കർത്താവിൻ്റെ വിളിയും അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. പല സന്ദർഭത്തിലും ശത്രുവായ സാത്താൻ അടിയനെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുത്തേണ്ടതായ പല സന്ദർഭങ്ങളും കടന്നു വന്നു. അതിൽ ചിലത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞാൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പൈശാചിക രൂപം എൻ്റെ വാഹനത്തിൽ വന്നിരിക്കുവാനിടയായി. അത് പതിയെ മുകളിലേക്ക് കടന്നു വന്ന് എൻ്റെ വാഹനത്തെ പെട്ടെന്ന് തിരിച്ചു. റോഡിൽ വലിയ മറിഞ്ഞു വീഴുവാനും എൻ്റെ വാഹനം എൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 100 മീറ്ററോളം കടന്നുപോയി. എന്നാൽ നല്ല തിരക്കുള്ള റോഡാണ്. ആ സന്ദർഭത്തിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ദൂതന്മാരെന്നെ താങ്ങി റോഡിൻ്റെ നടുവിൽ വെക്കുവാനിടയായി. ആപത്തുകളിൽ നിന്നും വിടുവിച്ചു. ഇങ്ങനെ പല സന്ദർഭത്തിലും മരണകരമായ പല സന്ദർഭങ്ങൾ കടന്നു വന്നപ്പോഴും സർവശക്തനായ ദൈവം സൂക്ഷിച്ചു. അങ്ങനെ നാളുകൾ കടന്നുപോയി. കോളേജ് വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഒരു നല്ല ചെറിയ ജോലിയെല്ലാം ലഭിക്കുവാനിടയായി. ഇനി എൻ്റെ ജീവിതം ഇപ്രകാരം പോകുമെന്നെല്ലാം ഞാൻ ചിന്തയോടെ കടന്നുപോയി. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല. മൊത്തത്തിൽ ഒരു ഇരുട്ട് നിറഞ്ഞതായൊരു അനുഭവം കാണപ്പെടുവാനിടയായി. എന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാം ശരി തന്നെ. എങ്കിലും ദൈവവുമായുള്ളൊരു ബന്ധം പുലർത്തുവാൻ കഴിയാത്തതുപോലൊരു തോന്നലുണ്ടായി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ജോലിക്കായി കടന്നു പോകുവാൻ എഴുന്നേൽക്കുമ്പോൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാവിലെ നോക്കുമ്പോൾ എൻ്റെ ശരീരമാസകലം ചൊറിഞ്ഞ് വ്രണങ്ങളാൽ തൊലി അടർന്നു പോകുന്ന ഒരു രോഗം അനുഭവപ്പെടുവാനിടയായി. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താണ് പെട്ടെന്ന് ഈ ഒരു രോഗം കടന്നു വന്നത്? അപ്പോഴും എനിക്ക് ദൈവശബ്ദം ഒന്നും കേൾക്കുവാൻ കഴിയുന്നില്ല. ശരീരമാസകലം ചൊറിയുന്നുണ്ട്, വ്രണങ്ങൾ ബാധിച്ചു, തൊലിയെല്ലാം അടർന്നു പോകുന്നു. പുറമെ കാണുവാനില്ലെങ്കിലും ശരീരമാസകലം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ജോലിക്ക് പോകുവാൻ കഴിയാത്തതായൊരു സന്ദർഭം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താണ് എനിക്കിങ്ങനെ വന്നതെന്നെല്ലാം ചോദിച്ചു. ഇതുവരെയും മരുന്നിൽ ആശ്രയിച്ചിട്ടില്ല, വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടില്ല. ഈ രോഗം വന്നത് എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഒരു നേരിയ ശബ്ദം പോലെ കേൾക്കുവാനിടയായി. നീ നിന്റെ സമയത്തല്ല, എൻ്റെ സമയത്ത് എന്നെ സേവിപ്പാൻ വരണം, ശുശ്രൂഷിപ്പാൻ വരണം. നീ നിന്റെ സമയത്ത് വരാനിരുന്നാൽ ഇനി ഞാൻ ഒരു നാളും നിന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്നൊരു ദൈവശബ്ദം കേൾക്കുവാനിടയായി. ആ ദൈവശബ്ദത്തിങ്കൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി, ഭയമുണ്ടായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവെ, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിന് വേണ്ടി ആയിരിക്കുമെന്നൊരു തീരുമാനം അന്ന് എടുക്കുവാനിടയായി. ആ സന്ദർഭത്തിൽ ആ ആഴ്ചകളിൽ തിരുവല്ല സെൻട്രൽ കൺവെൻഷൻ നടക്കുന്ന സമയമായിരുന്നു. അന്ന് പകൽക്കാലം ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞു, ഇനി എനിക്ക് ജോലിക്ക് വരുവാൻ കഴിയത്തില്ല, എനിക്ക് റിസൈൻ വേണമെന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ പലവിധമായ പ്രതികൂലങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വേണമെന്നെല്ലാം പറഞ്ഞു. അതിനെല്ലാം ദൈവം അനുവാദം നൽകി. അങ്ങനെ ഞാൻ ജോലി ഉപേക്ഷിച്ചു. തിരുവല്ല സെൻട്രൽ കൺവെൻഷൻ നടക്കുന്നതിനാൽ അവിടെ സഹായിക്കുവാനായി കടന്നുപോയി. അപ്പോഴും എൻ്റെ ശരീരത്തിൽ ഈ രോഗമുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നടത്തിപ്പോൾ ആരോടും പറഞ്ഞില്ല. എൻ്റെ മാതാവിന് മാത്രമാണ് അറിയാവുന്നത്. ഞാൻ മറ്റൊരു വ്യക്തികളോടും ഇത് പറഞ്ഞില്ല. അങ്ങനെ കടന്നുപോയി. ഇപ്പോൾ ഇരിക്കുന്ന അപ്പച്ചന്മാർ അന്നും ഉണ്ടായിരുന്നു. അവരോട് ഞാൻ എൻ്റെ അനുഭവമെല്ലാം പറഞ്ഞു. ഇങ്ങനെ ദൈവശബ്ദം കേട്ടതെല്ലാം പറഞ്ഞപ്പോൾ അന്നിരുന്ന് നടത്തിപ്പാർ എന്നോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ ചുമ്മാതൊന്നും ഈ വേലയ്ക്ക് വരരുത്, ഇത് കഷ്ടം നിറഞ്ഞതാണ്, പ്രതികൂലം നിറഞ്ഞതാണ്, പ്രയാസം നിറഞ്ഞതാണെന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ശരിയായ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കി മാത്രം മകൻ വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ആ വാക്ക് കേട്ട് ഞാൻ രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവേ, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാണെങ്കിൽ എന്നെ അതിന്ന് അറിയിക്കണമേ എന്നെല്ലാം പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പലവിധമായ തീരുമാനങ്ങൾ എടുത്തു. അതിൽ ഒരു തീരുമാനമായിരുന്നു, കർത്താവേ, ശരിയായൊരു വിളി അടിയൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു രാത്രി കൊണ്ട് വന്ന ഈ രോഗം ഇന്നൊരു രാത്രി കൊണ്ട് എൻ്റെ ശരീരത്തിൽ നിന്നും മാറ്റപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. വലിയ ശബ്ദത്തിലോ അല്ലെങ്കിൽ കണ്ണുനീരൊഴുക്കിയോ ഒന്നുമല്ല പ്രാർത്ഥിച്ചത്. കിടക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു വാചകം പറയുന്നത് പോലെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവനായ ദൈവം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു പാടുപോലുമില്ല. രാത്രിയിൽ മൊത്തം വ്രണങ്ങളാൽ ബാധിച്ചിരുന്ന എൻ്റെ ശരീരം പകൽ എഴുന്നേൽക്കുമ്പോൾ ഒരു ശിശുവിൻ്റെ ശരീരം അല്ലെങ്കിൽ പഴയതുപോലെയായി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുവാനും വിളിയെ ഉറപ്പാക്കുവാനും എല്ലാം ഇടയായി. അങ്ങനെ നടത്തിപ്പാരെ അറിയിച്ചു. അന്ന് 2019 കൊട്ടാരക്കരയിൽ നടന്ന ഇന്റർനാഷണൽ കൺവെൻഷനിൽ നടത്തിപ്പാരുടെ കൈവെപ്പിനാൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനുള്ള മഹനീയമായ ഭാഗ്യം കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകി. ഈ ശുശ്രൂഷയിൽ വന്നതിന് ശേഷവും പലവിധമായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ചു. അവിടെയൊക്കെയും വിളിച്ച ദൈവം വിശ്വസ്തനായി ഇന്നയോളം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 2022 ഒക്ടോബർ മാസം 28-ാം തീയതി കൊട്ടാരക്കരയിൽ വെച്ച് ഞാനൊരു വാർഡ് മീറ്റിംഗ് എടുക്കുവാനായി കടന്നു പോകുമ്പോൾ ഏകദേശം 6 മണിയോളമായി. ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 4 ചക്ര വാഹനമായിരുന്നു. ഞാൻ സഞ്ചരിച്ചു പോകവേ എതിർദിശയിൽ ഒരു ബൈക്കുകാരൻ, അവനേതോ അറിയാതെ അല്ലെങ്കിൽ
നിയന്ത്രണം തെറ്റി വന്ന് എൻ്റെ വാഹനത്തിൻ്റെ സൈഡ് മിററിൽ ഇടിക്കുവാനിടയായി. ഈ സൈഡ് മിററെല്ലാം ഉടഞ്ഞ് എൻ്റെ ഇടത്തെ കണ്ണിൽ ചില്ലെല്ലാം പതിക്കുവാനിടയായി. കണ്ണിൻ്റെ കൃഷ്ണമണിയിലും ചില്ല് പതിക്കുവാനിടയായി. അങ്ങനെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും ആ സന്ദർഭത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി. എങ്കിലും ഞാൻ അധൈര്യപ്പെട്ടില്ല, മടങ്ങി കൊട്ടാരക്കരയിൽ വന്നു. അപ്പച്ചന്മാരോട് പറഞ്ഞു. അങ്ങനെ 2 മാസത്തോളം മുറിയിലായിരുന്നു. വെളിച്ചം കാണുവാൻ എനിക്ക് കഴിയത്തില്ല. വെളിച്ചം കണ്ടാൽ കണ്ണിൽ നിന്നും വെള്ളം ഒലിക്കുവാനിടയാകും. അങ്ങനെ ഒരു രാത്രികാലം ഞാൻ ഏകനായി റൂമിൽ കാണപ്പെടുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ വളരെ പരിതാപകരം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ അക്ഷരീക കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും എൻ്റെ വിശ്വാസ കണ്ണുകൾക്ക് കോട്ടമൊന്നും വരുത്തരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അധൈര്യം വരുന്നത് പോലെ, നിരാശ വരുന്നത് പോലെ എല്ലാം എൻ്റെ മനസ്സിനെ അലട്ടി. ഞാൻ ആ ഒരു രാത്രികാലം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ സ്വതവേ വന്നതല്ല, നീയാണ് എന്നെ വിളിച്ചത്. അങ്ങനെ രാത്രികാലം പ്രാർത്ഥിക്കുവാനിടയായി. പെട്ടെന്നൊരു ദർശനം കാണുവാനിടയായി. ഞാൻ എൻ്റെ കിടക്കയിൽ കിടക്കുകയാണ്. അനേകം ദൈവമക്കൾ, എന്നെ അറിയാവുന്നവർ, നടത്തിപ്പുകാരെല്ലാം വന്ന് എന്നെ കാണുന്നുണ്ട്. അവർ കണ്ട് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ചെല്ലാം കടന്നു പോകുന്നു. ഇങ്ങനെ അനേകർ വന്ന് കണ്ട് കടന്നു പോകുന്നുണ്ട്. എന്നാൽ എൻ്റെ കാൽക്കൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ മനുഷ്യൻ മാത്രം എന്നെ വിട്ട് കടന്നു പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സംശയം ഉളവായി. അപ്പം ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്? പെട്ടെന്ന് ഞാനൊരു ദർശനം കാണുവാനിടയായി. മറ്റൊന്നുമല്ല, നമ്മളെ വിട്ട് കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച ഒരു വിശുദ്ധൻ പെട്ടെന്ന് എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മകനെ, ഈ ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്, പലവിധമായ പ്രതികൂലങ്ങളുണ്ട്. അതാരാണെന്നറിയാമോ? ഞാൻ നിന്നെ വിട്ടുപിരിയാത്ത യേശുവാകുന്നു. നിന്റെ കണ്ണ് മുകളിലേക്ക് ഉയർത്തിയാൽ മതി എന്ന് പറയുവാനിടയായി. ഞാൻ അങ്ങനെ ആ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞു. എൻ്റെ കണ്ണുകൾ മേലോട്ട് ഉയർത്തി. അന്ന് രാത്രികാലം ഒരു പാട്ടിൻ്റെ അടികൾ എൻ്റെ കാതുകളിൽ വരുവാനിടയായി. നമ്മുടെ പാട്ടാണ്, പർവ്വതം മാറിലും കുന്നുകളും തൽസ്ഥാനത്ത് നിന്ന് നീങ്ങിയാലും. അങ്ങനെ ആ പാട്ട് പാടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതുപോലെ ശക്തിയോടെ അഭിഷേകത്താൽ നിറഞ്ഞ് ആ ദുഷ്ടശക്തിയെ കീഴടക്കുവാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ, 2023 ജനുവരി മാസം 1-ാം തീയതി അത്ഭുതകരമായ വിടുതലോടെ ഞാൻ റൂം വിട്ട് വെളിയെ വരുവാനിടയായി. ഇന്ന് ദൈവജനത്തിൻ്റെ മുമ്പാകെ, ഈ ദേശത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞാനൊരു അത്ഭുത സാക്ഷ്യം പറയുന്നത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ എൻ്റേതായ യോഗ്യത കൊണ്ടോ അല്ല ദൈവമക്കളെ. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ മാത്രമാണ്. രോഗികളെ സൗഖ്യമാക്കുന്നവൻ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ എൻ്റെ കണ്ണിനെയും തൊടുവാനിടയായി. പൂർണ്ണ കാഴ്ച പരേതുപോലെ എനിക്ക് നൽകുവാനിടയായി. ആ കണ്ണുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കും, എല്ലാം ചെയ്യും, ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയെ അടിയനും ഓർക്കണം. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞിട്ട് വരുവാനായി പാടുപെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. യൗവനക്കാരെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം എന്നിലൂടെ കേൾക്കുന്നു എങ്കിൽ നമുക്കിനി അധികം സമയമില്ല. ദൈവശബ്ദത്തിനെ തിരസ്കരിച്ച് നാം ആരും ദൈവമാർഗത്തിന് വിരോധമായി തീരരുത്. നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മഹനീയമായ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ദൈവനാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അടിയനെയും ഓർക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ ശാസ്യത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. സ്തോത്രം.